നമസ്കാരം. രാമമന്ദിരത്തിന്റെ ഉള്ളിലാണുള്ളത്. അയോധ്യ റാം മന്ദിറിന്റെ ഉൾഭാഗമാണ് കാണുവാൻ സാധിക്കുന്നത്. ഇന്ത്യയിലെ 110 കോടി ജനങ്ങളുടെ ഹൃദയ വികാരമാണ്, അവരുടെ പ്രതീക്ഷയും ആനന്ദവും വിശ്വാസവുമാണ് ഇത്. മാത്രമല്ല, അതിനെ അംഗീകരിക്കാത്തവർക്കും വിമർശകർക്കും ഒക്കെ ഈ കെട്ടിടത്തിൻ്റെ വളരെ സ്വർഗീയമായ ഇതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുന്നതിൽ തെറ്റു പറയാൻ പറ്റില്ല. അത് ആസ്വദിക്കാവുന്നതാണ്. എടുത്തു പറയാവുന്ന മറ്റൊരു കാര്യം, ഇത് നമുക്ക് ദൃശ്യങ്ങളിലൂടെ ഇപ്പോൾ കാണിച്ചു തരുന്നത് നുസ്രത്ത് ജഹാനാണ്. മുസ്ലിം യുവതിയാണ്. തൻ്റെ ജീവിതം എല്ലാം മുസ്ലിം ആചാരപ്രകാരം തന്നെ രൂപപ്പെടുത്തിയ നുസ്രത്ത് ജഹാൻ അയോധ്യ ക്ഷേത്രത്തിൽ ഒരു VVIP ആയിട്ടാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി കർമ്മ ന്യൂസിന് വേണ്ടി അയോധ്യയിലെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ്. റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് കൂടിയാണ് നുസ്രത്ത്. അതുപോലെ കോഴിക്കോട് കാരിയാണ്. ഡൽഹിയിലാണ് താമസം. ഇതിനകത്ത് എടുത്തു പറയേണ്ടത്, നുസ്രത്ത് ജഹാൻ ഒരു മുസ്ലിമാണ് എന്ന് പറഞ്ഞു തന്നെയാണ് സ്വാമിമാരുടെ അടുത്തും അയോധ്യയിലെ ആചാര്യന്മാരുടെ അടുത്തും ഹൈന്ദവ നേതാക്കളുടെ അടുത്തുമൊക്കെ അവിടെ കിട്ടുന്ന ഒരു സ്വീകാര്യത. ഞാൻ മുസ്ലിമാണ്, മുസ്ലിം യുവതി എന്ന് പറയുമ്പോൾ തന്നെ ശ്രീറാം വിളികളോടെയാണ് അവർ എതിരേൽക്കുന്നത്. ഒരു പിണക്കവുമില്ല. എത്ര ആനന്ദകരമായി അവർ പെട്ടെന്ന് തന്നെ ആളുകൾ കൂടുന്നു, ഹാരമണിയിക്കുന്നു. ഇനി ഹാരമില്ലെങ്കിൽ അവരണിഞ്ഞ ഹാരം തന്നെ എടുത്ത് തോളിലിടുന്നു. അത്രമാത്രം വലിയ ഒരു സ്വീകരണമാണ് അയോധ്യയിൽ ഇവർക്ക് ലഭിക്കുന്നത്. ഈ രണ്ട് മതങ്ങൾ തമ്മിൽ ഉള്ള ഒരു ആശയ വ്യത്യാസം എവിടെയാണ് എന്നത് ഒക്കെ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ചോദ്യങ്ങൾ ഉയരുകയാണ്. എന്താണെങ്കിലും നുസ്രത്ത് ജഹാൻ അവിടുത്തെ വിശേഷങ്ങൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ ക്ഷേത്രത്തിൻ്റെ ഉൾവശം ഇവർ കയറുമ്പോൾ ഇതെല്ലാം കാണിക്കുമ്പോൾ ഒരു കാര്യം കൂടെ നമുക്ക് സൂചിപ്പിക്കുവാനുണ്ട്. നരേന്ദ്രമോദി എന്ന മഹാനായ മനുഷ്യൻ ലോകത്തിന് സമ്മാനിച്ചത് ഇത് മനുഷ്യകുലത്തിനു വേണ്ടി മുഴുവനുള്ള ഒരു ആരാധനാലയമായിട്ടാണ്. റാം എന്നത്, ശ്രീരാമൻ എന്നത് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ലോകത്ത് മുഴുവൻ പരിചയപ്പെടുത്തി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഒരു മതത്തിൻ്റെ പ്രത്യേകിച്ചുള്ള ഒരു ക്ഷേത്രമോ അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് മാത്രം പ്രവേശനമുള്ളതോ അല്ല എന്ന് തന്നെയാണ് അടിവരയിട്ട് പറയേണ്ടത്. എല്ലാവർക്കും ഇവിടെ എത്താം, എല്ലാവർക്കും ക്ഷേത്രം സന്ദർശിക്കാം, രാമനെ കാണാം. അത് വലിയൊരു ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ലോകത്തിന് മുമ്പിൽ. നമുക്കറിയാം, ഹിന്ദു ക്ഷേത്രങ്ങളെല്ലാം ഇത്തരത്തിലല്ല. ഇത് സർവ്വമത സാഹോദര്യത്തിൻ്റെ ഒരു ജ്വലിച്ചു നിൽക്കുന്ന ഒരു ഉദയസൂര്യനായിട്ട് തന്നെ ഈ ക്ഷേത്രം വിളങ്ങുകയാണ്. 1500 വർഷങ്ങൾക്ക് ശേഷം ഭാരതം ഒരു ഉത്സവത്തിലേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. സ്വാതന്ത്ര്യ ഭാരതത്തിൽ ഇത്രയും സന്തോഷമായിട്ടൊരു ദിവസം ഉണ്ടായിട്ടില്ല. കാരണം നട്ടുച്ചയ്ക്ക് നിന്ന് രാമമന്ദിരം തുറന്നു. അപ്പോൾ അത് നമ്മൾ കാണേണ്ടത് വെളിച്ചത്തിൽ, സൂര്യൻ എന്നും ഇവിടെ ഫോഗ് കാരണം മൂടിക്കിടക്കുന്ന മഞ്ഞിൻ്റെ ഇടയിലാണ് അയോധ്യ ഉണ്ടായിരുന്നത്. ഞാൻ വന്നപ്പോൾ ഇന്ന് നല്ല സൂര്യപ്രകാശത്തിൻ്റെ അടിയിൽ വെച്ച് രാമമന്ദിരം തുറന്നു എന്നുള്ളത് ഏറ്റവും വലിയൊരു മെസ്സേജാണ്. ധർമ്മത്തിനു വേണ്ടി സന്തോഷ, സമാധാനം, ഭാരതത്തിൻ്റെ കൾച്ചർ കീപ്പ് ചെയ്യാനുള്ള ഒരു അവസരം ഇത് ലോകം മൊത്തം നോക്കിക്കാണുന്നത് വലിയ അനുഗ്രഹമായിട്ട് കാണുന്നത്. എൻ്റെ കൂടെ ദർശനത്തിനുണ്ടായിരുന്ന ബ്രിജുവേഷ് മഹാരാജ 2 വാക്ക് സംസാരിക്കും. राम मंदिर का മുഖ്യ മെയിൻ എൻട്രൻസ് രാമലല്ല ഇരിക്കുന്നിടത്തേക്കുള്ള മെയിൻ എൻട്രൻസ് ആണിത്. ഓക്കെ, paintings, no? Just pictures. हाँ? 10-11 बजे कोई अच्छी सी होटल में बाकी यहाँ
രാമമന്ദിരത്തിന്റെ അകത്താണ് ഞാനുള്ളത്. അപ്പോൾ ഈ സമയത്താണ് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുന്ന സമയമായിട്ട് ഇവിടെ